ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഗോകുൽ ഇപ്പോൾ അർച്ചനയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി. അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ഗോകുലിനോട്, പോയ കാര്യം എന്തായി, അയാൾക്ക് അയാളുടെ ഭാര്യയെ തിരിച്ചു കിട്ടിയോ എന്ന്. കേട്ടതെല്ലാം ഇവളോട് വന്ന് പറഞ്ഞല്ലേ എന്നിങ്ങനെ ശിശിരയോട് ചോദിക്കുന്നുണ്ട് ഗോകുൽ. ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട്, പിന്നെ ഇത്രയും നേരം ഞങ്ങളെ കാത്തു നിർത്തിയിട്ട് നീ വല്ലവരെയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവള് ഞങ്ങളോട് ചോദിക്കില്ലേ നീ എവിടെയാണ് പോയതെന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ ശിശിര പറഞ്ഞതാ എന്ന് പറയുമ്പോൾ അർച്ചന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അയാളുടെ ഭാര്യയെ കാണാതായിട്ട് എത്ര നാളായെന്ന്. ഒരുപാട് വർഷമായി കാണാതായിട്ട്. പക്ഷേ ഇപ്പോൾ ആ കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഗോകുൽ പറയുമ്പോൾ, അത്രയ്ക്കും സ്നേഹമുള്ള ഭർത്താവായിട്ട് എങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു പോയത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. അത് വലിയൊരു കഥയാണ് എന്ന് ഗോകുൽ പറയുന്നു. ഈ ഹോസ്പിറ്റലിൽ വെച്ച് അവരെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് പറ്റി, അവരിവിടെ ഇല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഉണ്ടാവണം. ഭാര്യയോടുള്ള ആ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥത കാണുമ്പോൾ ഉടൻ തന്നെ അവർ ഒന്നിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് ഗോകുൽ പറയുന്നു. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർ തമ്മിൽ കാണും എന്ന് ഗോകുൽ പറയുന്നു. അത് നന്നായി. അവരുടെ ലൈഫിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. ഇനിയും താമസിച്ചാൽ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഗൗരിമോൾ വീട്ടിലെത്തും എന്ന് ശോഭന പറയുന്നത് കേട്ട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയ്യോ ആ കാര്യം ഞാനങ്ങ് മറന്നു, പെട്ടെന്ന് വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ കയറി പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ സച്ചിയാണ്. സച്ചിയും സന്ദീപും കൂടി ആ CCTV വിഷ്വൽസൊക്കെ പരിശോധിക്കുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാണ് സച്ചി ഇപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്തെ വിഷ്വൽസാണ്, CCTV വിഷ്വൽസാണ് എനിക്ക് വേണ്ടത്, അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ അർച്ചനയെ കണ്ടത് എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ പുറത്തെ വിഷ്വൽസ് കാണിക്കാൻ പറയുന്നു. അങ്ങനെ അത് നോക്കുമ്പോൾ ആ ഒരു സമയത്തെ വിഷ്വൽസ് മാത്രം അതിൽ കാണാനില്ല. ഇതെന്താ ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന ആ ചെറുക്കൻ പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ, ആ സമയത്ത് മാത്രം സോഫ്റ്റ്വെയർ എങ്ങനെയാണ് കംപ്ലൈൻ്റ് ആവുന്നത് എന്ന് സന്ദീപും ചോദിക്കുന്നു. ഈ സമയം ആ സിസ്റ്റർ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇതുവരെ ഒന്നും കഴിഞ്ഞില്ലേ എന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇല്ല സിസ്റ്ററെ, ആ സമയത്തെ ക്യാമറ വർക്കാവുന്നില്ലെന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. അത് ആ സിസ്റ്ററും അവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരനും തമ്മിലുള്ള ഒത്തുകളിയാണ്. അവരാണിപ്പോൾ ആ വിഷ്വൽസ് ഡിലീറ്റാക്കി കളഞ്ഞിരിക്കുന്നത്. അതും ശിശിരയുടെ നിർദ്ദേശപ്രകാരം. ശിശിര കുറച്ച് പണമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ സമയത്ത് വിഷ്വൽസ് ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നോക്ക്, വേറെ ഏതെങ്കിലും ക്യാമറയിൽ വിഷ്വൽസ് കാണുമെന്ന് സച്ചി ഇപ്പോൾ പറയുന്നു. എങ്കിൽ അതിന് മുമ്പുള്ള വിഷ്വൽസ് ഒന്ന് കാണിക്ക്. അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസും കാണിക്കാനായി പറയുന്നുണ്ട്. സച്ചിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സമയത്ത് വിഷ്വൽസ് ഇല്ല. ആ വിഷ്വൽസ് അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്തത് നിങ്ങൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ എന്നിപ്പോൾ സച്ചി വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഉടനെ അയാൾ പറയുന്നുണ്ട്, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന്. എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണ്ടേ എന്ന് സന്ദീപും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് മുകളിൽ മറുപടി പറയേണ്ട ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരോട് ചോദിച്ചോളാം, വിളിക്കുക, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അയാൾ പറയുന്നു, വെറുതെ കിടന്ന് ഷോ കാണിക്കരുത്, ഇതിനകത്തില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണം എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഉടനെ അയാൾ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് അയാളിപ്പോൾ സച്ചിയെ പിടിച്ച് തള്ളിയിടുന്നു. സച്ചിയാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ബഹളം വെക്കുകയാണ്. ഇവിടെ കടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. ബഹളം കേട്ട് ഒരു അറ്റൻഡർ വന്ന് പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. എടാ, നീയൊക്കെ കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നത് എൻ്റെ ജീവിതമാണ്, നിന്നെക്കൊണ്ടൊക്കെ ഞാൻ മറുപടി പറയിപ്പിക്കും എന്ന് സച്ചി അവരോട് വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഞാനിനി എന്ത് ചെയ്യാനാ, ആകെയുള്ള പ്രതീക്ഷയും പോയി, ഇനി എൻ്റെ അർച്ചനെ ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കും, ദൈവം പോലും കൂടെയില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ ആ സമയത്തെ വിഷ്വൽസ് മാത്രം എങ്ങനെ മാഞ്ഞു പോകും, ഇതവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് സച്ചി പറയുന്നത് കേട്ടപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഏട്ടനൊന്ന് സമാധാനപ്പെടുക, എന്തായാലും ഇത്രയും വർഷം കാത്തിരുന്നില്ലേ, ഈ ഒരു സംഭവം കൊണ്ട് മാത്രം തളർന്നു പോകേണ്ട കാര്യമില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ കണ്ട ആ ഒരു രംഗം ഓർക്കുകയാണ് സച്ചി. ഏട്ടനൊരു കാര്യം ചെയ്യ്, ആ വക്കീലിനെ വിളിച്ച് കാര്യം പറയും, അയാൾക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് സന്ദീപ് ഇപ്പോൾ സച്ചിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഉടനെ തന്നെ സച്ചി ഇപ്പോൾ ഗൂഗിളിനെ വിളിക്കുന്നുണ്ട്. ഗൂഗിൾ ഫോൺ എടുത്ത പാടെ തന്നെ വളരെയധികം സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തായി, വൈഫിനെ കണ്ടോ, ഇപ്പോൾ വൈഫിൻ്റെ ഒപ്പമല്ലേ? ഇതൊക്കെ കേട്ട് ഒന്നും തന്നെ മറുപടി പറയാനില്ലാതെ വളരെയധികം വിഷമിച്ച്
നിരാശയോടെ നിൽക്കുന്നുണ്ട് സച്ചി. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ഗൂഗിൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. പോയി സാറേ, എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ആ സമയത്തെ വിഷ്വൽസ് മാത്രം CCTVയിൽ ഇല്ല സാറേ. അതിനു മുമ്പും അതിനു ശേഷവുമുള്ള എല്ലാ വിഷ്വൽസും CCTVയിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അർച്ചനയെ കണ്ട ആ സമയത്ത് അപ്പോൾ മാത്രം CCTV റെക്കോർഡായിട്ടില്ല എന്നൊക്കെ സച്ചി ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നുണ്ട്. ഈ സമയം ശിശിരയ്ക്കും കോള് വരുന്നു. വേറെ ആരുമല്ല, രാജീവാണ് ശിശിരയെ വിളിക്കുന്നത്. ശിശിര ഉടനെ ഡോർ തുറന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയെന്ന് സംസാരിക്കുകയാണ്. എന്തായി, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്ന് രാജീവ് ഇപ്പോൾ ശിശിരയോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ചെയ്യാതെ, ആ സമയത്ത് ക്യാമറ റെക്കോർഡ് ചെയ്ത ഒരൊറ്റ വിഷ്വൽസ് പോലും ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ശിശിര പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കറിയാം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഉറപ്പായും നീ അത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഈ സമയത്ത് ഗോകുൽ ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, അതെ സാറേ, ആ വിഷ്വൽസ് മാത്രമില്ല, അവരെന്തോ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത്. ഉടനെ ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ആ സമയത്ത് വിഷ്വൽസ് മാത്രം ഡിലീറ്റായി പോകുന്നത്? ബാക്കിയെല്ലാം ഉണ്ട്, ആ സമയത്ത് വിഷ്വൽസ് മാത്രമില്ല, അതിലെന്തോ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി. ഞാനത് അയാളോട് ചോദിച്ചു, പക്ഷെ അത് അയാൾക്ക് ഇഷ്ടമായില്ല. ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കായി എന്ന് പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇപ്പോൾ സച്ചി ഗൂഗിളിനോട് പറയുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിക്കാർ വന്ന് ഞങ്ങളെ പിടിച്ച് പുറത്താക്കി. ആ ടെക്നീഷ്യൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അതുമാത്രം ഡിലീറ്റാക്കി കളയാൻ നിങ്ങൾ തമ്മിൽ മുൻപരിചയമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ തമ്മിൽ ശത്രുതയും ഇല്ല, പിന്നെ എന്തിനാ അയാളത് നശിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ശിശിരി ഇപ്പോൾ രാജീവിനോട് ചോദിക്കുന്നുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു സംഭവമല്ലേ, അതുമാത്രം എന്തിനാ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതുമാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി അതിൽ വരാൻ സാധ്യതയുണ്ട്. സച്ചി, ഞാൻ പിടിച്ചുകൊണ്ട് പോയതിന് നാട്ടുകാർ തെളിവുണ്ട്. അതുപോലെ തന്നെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു എന്നുള്ള കേസിന് പുറമെ ഈ വിഷ്വൽസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നമാകും. ഞാൻ ചിലപ്പോൾ ഈ കാക്കി ഉരണ്ടി വരും എന്നൊക്കെ ഇപ്പോൾ രാജീവ് പറയുന്നു. ഇപ്പോൾ എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് രാജീവേട്ടന് മനസ്സിലായില്ലേ എന്ന് ശിശിര ചോദിക്കുന്നുണ്ട്. വീണ്ടും ഇപ്പോൾ ഗൂഗിൾ സച്ചിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, സച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, സച്ചിയുടെ വൈഫിനെ കണ്ടെത്താൻ ഞാനും സഹായിക്കാം. ഇത്രയും കാലത്തിന് ശേഷം അവരെ തൻ്റെ മുന്നിൽ എത്തിച്ചില്ലേ, അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് എന്നൊക്കെ ഗൂഗിൾ പറയുന്നത് കേട്ട് സാർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് എന്നൊക്കെ സച്ചി പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവ് വീണ്ടും ശിശിരയോട് പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ ലോട്ടറിയാണ് താൻ, എങ്കിൽ പിന്നെ എന്തിനാ തലമാരിൽ വെച്ച് പൂട്ടിയിരിക്കുന്നത് എന്ന് ശിശിരയും ചോദിക്കുന്നുണ്ട്. കാശാക്കി സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഉടൻ തന്നെ നമുക്കതിനുള്ള നടപടി പൂർത്തിയാക്കണം. നമ്മൾ രണ്ടുപേരുടെയും ഈ കാത്തിരിപ്പ് ഉടനെ തന്നെ അവസാനിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം എന്നും രാജീവ് പറയുന്നുണ്ട്. സച്ചി ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നുണ്ട്, സാറിനോട് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കും. ഓരോ ആപത്ത് വരുമ്പോഴും സാർ എൻ്റെ രക്ഷകനായി എത്തുന്നു. എൻ്റെ അർച്ചനയെ കണ്ടെത്തുന്നതും ഒരു പക്ഷേ സാറിലൂടെ ആയിരിക്കും. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ തന്നെ അവരെ സച്ചിയുടെ കൈപിടിച്ച് തരും എന്ന് ഗൂഗിളും പറയുന്നു. അപ്പോൾ ശരി, കാണാം എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ഇപ്പോൾ അർച്ചന ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട്, അയാളുടെ ഭാര്യയെ കിട്ടിയോ എന്ന്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, ഇല്ല, പക്ഷേ കിട്ടും. ദൈവത്തിന് പോലും അയാൾക്ക് ഭാര്യയെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം അയാൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വലിയ ട്രാജഡിയാണ് അവരുടെ ലൈഫ്. ഇത് കേട്ടപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഗൂഗിൾ ഇതിൽ കുറച്ചധികം ഓവർ ഇൻവോൾവഡ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അയാളുടെ കഥ കേട്ടാൽ ആരും അങ്ങനെയായി പോകും. സ്വന്തം ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടു, സ്വന്തം അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു, സ്വന്തമായി ഉണ്ടാക്കിയ വലിയ ബിസിനസ്സും സമ്പത്തുമൊക്കെ നഷ്ടമായി, സഹോദരങ്ങളൊക്കെ പല വഴിക്കായി. ഒരു സാധാരണ ടാക്സി ഡ്രൈവർ ജോലിയാണ് അയാൾ ചെയ്യുന്നത്. എന്നിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഭാര്യയ്ക്ക് വേണ്ടി അയാൾ കാത്തിരുന്നു. താൻ തന്നെ പറയേ, അയാളുടെ ഭാര്യ അയാൾക്ക് തിരിച്ചു കിട്ടാനുള്ള അർഹതയില്ലേ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയാളുടെ കഥ കേട്ടപ്പോൾ ഭാര്യയെ തിരിച്ചു കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, ഒരുപക്ഷെ ആ സ്ത്രീക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു കാണില്ലേ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ മറ്റെവിടെയെങ്കിലും മറ്റൊരു ജീവിതം ജീവിക്കുന്നുണ്ടാകും. അയാൾക്കിനി അവരെ തിരിച്ചു കിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് അർച്ചന ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ശിശിര പുറത്തുനിന്ന് സംസാരിക്കുന്നത് കണ്ട് ഗൂഗിൾ ശിശിരയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ശിശിര വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് വണ്ടിയിൽ വന്ന് കയറുന്നു. ശേഷം കാണിക്കുന്നത് വീണ്ടും സച്ചിയാണ്. സച്ചി വളരെയധികം വിഷമത്തോടെ നിൽക്കുകയായിരുന്നു. ആ സമയം സന്ദീപ് ഇപ്പോൾ സച്ചിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ആലോചിക്കുകയായിരുന്നു, ദൈവം എത്ര വലിയ ക്രൂരനാണ്. ഒരു മര്യാദയില്ലാതെ ചിലപ്പോൾ നമ്മളോട് പെരുമാറുന്നു.
ഇതുവരെ അർച്ചനയായിട്ട് ചെന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നിരാശയില്ല, കൂടുതൽ പ്രതീക്ഷയാണ് തോന്നുന്നത്. ഇപ്പോൾ ദൈവം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നില്ലേ, ഒരു നോട്ടം മാത്രമാണെങ്കിലും ഞാൻ അവളെ ഒന്ന് കണ്ടില്ലേ, സച്ചിയേട്ടാ എന്ന് വിളിച്ച് അവൾ എൻ്റെ പിന്നാലെ വന്നില്ലേ. ഇനി എൻ്റെ മനസ്സ് തളരില്ല, കാരണം അർച്ചന എൻ്റെ കയ്യെത്തും ദൂരത്ത് ജീവനോടെയുണ്ട്. അവളെന്നെ തിരിച്ചറിയുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഇനി അർച്ചന എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലായാലും ഞാൻ കണ്ടെത്തും. ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ദൈവം കരുണയുള്ളവൻ തന്നെയാടാ എന്നൊക്കെ സച്ചി ഇപ്പോൾ സന്ദീപിനോട് പറയുന്നുണ്ട്. വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട് സന്ദീപ്. സച്ചിയാണെങ്കിലും ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷയിലൊക്കെയാണ്, അർച്ചനയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ. ശേഷം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത്. അവന്തികയെ രാജീവ് ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് അവന്തിക ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിന് എന്നെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മറന്നുപോയോ, അവനെ ജയിലിൽ അടച്ചിട്ട് എന്നെ ഇനി വിളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ഇപ്പോൾ പറയുന്നുണ്ട്, ഫോൺ വെക്കരുത് മാഡം, ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ഒരു വലിയ അപകടമുണ്ട്, അത് പറയാനാണ് വിളിച്ചത്. അമ്മാവൻ്റെ കേസിലെ നിർണായകമായ ഒരു തെളിവ്, അത് അയാൾ വെടിവെച്ച ആ തോക്കാണ്. ആ തോക്ക് മേഡത്തിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയണം, ഇല്ലെങ്കിൽ അത് മേഡത്തിന് തന്നെ കുരുക്കാകും എന്നൊക്കെ രാജീവ് പറയുന്നത് കേട്ട് അവന്തിക്ക് ഒന്ന് ഞെട്ടുന്നുണ്ട്. പോലീസിൻ്റെ അടുത്ത നടപടി ആദ്യം അത് കണ്ടെത്തുക എന്നതായിരിക്കും. എപ്പോഴും ആ കസാരയിൽ ഞാൻ തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പുതിയൊരു ഓഫീസറായിരിക്കും അത് അന്വേഷിക്കാനായി എത്തുന്നത്. ആ തോക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. കൊല്ലപ്പെട്ട അമ്മാവൻ്റെ കൈപ്പത്തിയിലെ എല്ലിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു ബുള്ളറ്റ് മേഡത്തിൻ്റെ തോക്കിലെ ബുള്ളറ്റും ഒന്നാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കേസ് ഏത് വഴിക്ക് പോകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എത്രയും വേഗം തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞേക്ക് എന്ന് രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വയ്ക്കുന്നു. പിന്നീട് ഇപ്പോൾ കാണിക്കുന്നത് ഗൗരിയാണ്. ഗൗരി ഇപ്പോൾ അവരെ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനയൊക്കെ വീട്ടിലേക്ക് എത്തുന്നു. അവർ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ഗൗരി ഇപ്പോൾ അമ്മയെന്ന് വിളിച്ച് അർച്ചനയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അർച്ചന ഇപ്പോൾ ഗൗരിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ എവിടെയായിരുന്നു, ഞാൻ എത്ര വിഷമിച്ചെന്നറിയാമോ, ഇനി വിഷമിക്കേണ്ടല്ലോ, അമ്മ വന്നില്ലേ എന്ന് ശോഭന ചോദിക്കുന്നുണ്ട്. ഈ അച്ഛനോട് ഞാൻ പറഞ്ഞതാ രാവിലെ എന്നെയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, പക്ഷെ അച്ഛൻ കേട്ടില്ല എന്ന് ഗൗരി ഇങ്ങനെ പറയുന്നുണ്ട്. അത് സാരമല്ല, ഇനിയിപ്പോൾ എപ്പോഴും അമ്മ കൂടെ തന്നെ കാണുമല്ലോ എന്ന് ശിശിരയും പറയുന്നു. എങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അകത്തേക്ക് കയറാൻ വരട്ടെ, അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അകത്തേക്ക് കയറി പോവുകയാണ്. അമ്മ എന്തിനാ നമ്മളിവിടെ നിർത്തിയിട്ട് അമ്മ ഒറ്റയ്ക്ക് അകത്തേക്ക് പോയത് എന്ന് അർച്ചന ഇങ്ങനെ ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് മാത്രമേ അറിയൂ എന്തിനാ പോയതെന്ന് എന്ന് പറഞ്ഞ് അവരിങ്ങനെ വളരെയധികം സന്തോഷത്തോടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ ശോഭന അകത്തു നിന്നും ഒരു ആരതിയുമൊക്കെയായി ഇവരെ ഒഴിയാനായി വരുന്നുണ്ട്. ഇത് കണ്ട് അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.